നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചു. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടൽ ശുപാർശയിൽ നിന്നും സർക്കാർ പിന്മാറിയതായി റിപ്പോർട്ടുകൾ. എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ദീപ ജോസഫിനെതിരെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി അതിജീവത. രത്തൻ കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി. ഉത്തരവിറങ്ങി. കളക്ടർമാർക്കും മാറ്റം. പവർ കട്ടല്ല, പവർ ഫെയിലർ. കുറച്ച് ദിവസം പ്രയാസമുണ്ടാകുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഓടിക്കൊണ്ടിരുന്ന കാറിലെ തീപിടുത്തം. ഭാര്യയ്ക്ക് പിന്നാലെ ചികിത്സയിലായിരുന്ന ഭർത്താവ് മരണത്തിന് കീഴടങ്ങി. IAS ഉദ്യോഗസ്ഥരുടെ മാറ്റം മന്ത്രിമാർ അറിയാതെ. അതൃപ്തി പുകയുന്നു. കൊലക്കേസ് പ്രതിക്ക് കോൺഗ്രസ് വക പ്രൊമോഷൻ. DCC അംഗമാക്കി. നാട്ടിൽ ജലക്ഷാമം. മന്ത്രിക്ക് വാട്ടർ സല്യൂട്ട്. കേരള ഹൗസിൽ അർദ്ധരാത്രി പടക്കം പൊട്ടിച്ച് മുഖ്യമന്ത്രിക്ക് സ്വീകരണം. നിയമങ്ങൾ കാറ്റിൽ പറത്തി കോൺഗ്രസ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചു. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടൽ ശുപാർശയിൽ നിന്ന് സർക്കാർ പിന്മാറിയതായി റിപ്പോർട്ടുകൾ. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് UDF സർക്കാർ ഒടുവിൽ ടേൺ അടിക്കുന്നതായി റിപ്പോർട്ടുകൾ. കാലാവധി നീട്ടിക്കൊണ്ട് PSCക്ക് സമർപ്പിച്ച ശുപാർശ അടിയന്തരമായി പിൻവലിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റാങ്ക് ലിസ്റ്റുകൾക്ക് തുല്യ പരിഗണന ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സർക്കാർ ശുപാർശ പിൻവലിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നിയമ പ്രശ്നങ്ങളും ഭരണഘടനാപരമായ തിരിച്ചടികളും മുൻകൂട്ടി കണ്ടാണ് സർക്കാരിൻ്റെ ഈ നാണംകെട്ട പിൻവാങ്ങൽ. 2026 ഓഗസ്റ്റ് 30 കാലാവധി അവസാനിക്കുന്ന ലിസ്റ്റുകൾ നവംബർ 30 വരെ നീട്ടുമെന്നായിരുന്നു മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നത്. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ഉറപ്പാക്കുമെന്നും വിഷൻ 2031 പ്രകടന പത്രിക നടപ്പാക്കുമെന്നും വലിയ തോതിൽ PR ഏജൻസികളെ വെച്ച് പ്രചരണം നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വാക്ക് മാറ്റിയിരിക്കുന്നത്. വസ്തുതകൾ കൃത്യമായി പഠിക്കാതെയും നിയമപരമായ മുൻകരുതലുകൾ എടുക്കാതെയും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തി ഒടുവിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന UDF സർക്കാരിൻ്റെ പതിവ് ശൈലി തന്നെയാണ് ഇതിലൂടെയും പുറത്ത് വരുന്നത്. സർക്കാരിൻ്റെ ഈ നിലപാടിനെതിരെ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ കടുത്ത പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. രത്തൻ കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി. ഉത്തരവിറങ്ങി. കളക്ടർമാർക്കും മാറ്റം. സംസ്ഥാനത്ത് IAS തലപ്പത്ത് മാറ്റം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ച രത്തൻ കേൽക്കറെ മുഖ്യമന്ത്രി VD സതീശൻ്റെ സെക്രട്ടറിയായി നിയമിച്ച് ഉത്തരവിറക്കി. 6 ജില്ലകളിൽ പുതിയ കളക്ടർമാരെ നിയമിച്ചു. പുതിയ കളക്ടർമാർ 25 തന്നെ അതാത് ജില്ലകളിൽ ചുമതലയേൽക്കണം. ഗതാഗത വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായ PB നുഹിനെ GST കമ്മീഷണറായി നിയമിച്ചു. GST കമ്മീഷണറായിരുന്ന പാട്ടിൽ അജിത് ഭാഗവത് റാവുവിന് ധനവകുപ്പ് സെക്രട്ടറിയായാണ് നിയമനം. കോഴിക്കോട് MS മാധവിക്കുട്ടി, പത്തനംതിട്ട S നിസാമുദ്ദീൻ, കൊല്ലം ആനി ജൂല തോമസ്, പാലക്കാട് K സുധീർ, ആലപ്പുഴ ഷാജി വി നായർ, കണ്ണൂർ P വിഷ്ണുരാജ് എന്നിവരാണ് പുതിയ കളക്ടർ. ആലപ്പുഴ കളക്ടറായിരുന്ന K ഇമ്പശേഖറിനെ വാട്ടർ അതോറിറ്റി MD ആയി നിയമിച്ചു. കൊല്ലം കളക്ടർ N ദേവിദാസ് കില ഡയറക്ടറെ നിയമിച്ചു. കണ്ണൂർ കളക്ടർ അരുൺ K വിജയൻ വ്യവസായ വകുപ്പ് ഡയറക്ടർമാരാണ് മാറ്റം. കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് പുതിയ എൻട്രൻസ് കമ്മീഷണർ. പത്തനംതിട്ട കളക്ടറായ S പ്രേംകൃഷ്ണനെ ആരോഗ്യവകുപ്പിലെ ജോയിൻറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. പവർ കട്ടല്ല, പവർ ഫെയിലർ. കുറച്ചു ദിവസം പ്രയാസമുണ്ടാകുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നത് പവർ കട്ടല്ല, പവർ ഫെയിലർ ആയിരിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. കുറച്ച് ദിവസം കൂടി പ്രയാസമുണ്ടാകുമെന്ന് ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് ഇത്തരത്തിൽ വൈദ്യുതി മുടങ്ങുന്നതെന്നാണ് നൽകുന്ന വിശദീകരണം. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. കേരളത്തിൽ വ്യാപകമായി വൈദ്യുതി വിതരണത്തിൽ തടസ്സം നേരിടുകയും ജനങ്ങളിൽ നിന്ന് എതിർപ്പുകളും ഉയർന്നതോടെയാണ് മന്ത്രിയുടെ പ്രതികരണം. കടമെടുക്കൽ കടപ്പത്രമാക്കി, മോടി പിടിപ്പിക്കൽ അറ്റകുറ്റപ്പണിയാക്കി, ഇപ്പോൾ പവർ കട്ടിനെ പവർ ഫെയിലർ ആക്കിയെന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യമൊക്കെ പ്രയാസം ഉണ്ടായാലും പോകെ ശീലമായിക്കോളും എന്നാണോ മന്ത്രി ഉദ്ദേശിക്കുന്നതെന്നും പലരും ചോദിക്കുന്നു. പവർ കട്ടിനൊക്കെ ഫ്രീക്ക് പേരായി. ഇതാണ് ഇന്ദിരാ കട്ട്. പേടിക്കേണ്ട, ഈ പവർ ഫെയിലർ വെറും 5 വർഷത്തേക്ക് മാത്രം. ഇങ്ങനെ നീളുന്നു മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെയുള്ള പരിഹാസ കമൻറ്റുകൾ. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ന്യായീകരണം കണ്ടെത്തുവാനും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. രത്തൻ കേൽക്കറിനെ
നിയമനം ഗുരുതര വിഷയം, രാഹുൽ ഗാന്ധി മറുപടി പറയണം, പി രാജീവ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സെക്രട്ടറിയായി നിയമിക്കാനുള്ള തീരുമാനം ഗൗരവമേറിയ വിഷയമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തത ചോദ്യം ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായി. വോട്ടുകളുള്ള നടക്കുന്നുണ്ടെന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ആരോപിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് രത്തൻ കേൽക്കറെ നിയമനം UDF സർക്കാർ നടപ്പാക്കിയതെന്ന് ഉത്തരം നൽകണമെന്നും രാജീവ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെ അവിടുത്തെ BJP സർക്കാർ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചതിനെ എതിർത്ത ആളാണ് രാഹുൽ ഗാന്ധി. വലിയ കൊള്ളയ്ക്ക് വലിയ പ്രതിഫലം എന്നാണ് അന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. അതേ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. സാധാരണ ഇത്തരം കാര്യങ്ങളിൽ ഒരു കൂളിംഗ് പീരീഡ് എങ്കിലും ഉണ്ടാകാറുള്ളത്. ഇവിടെ അതുപോലും ഉണ്ടാകാതെ മുഖ്യമന്ത്രിയുടെ തന്നെ സെക്രട്ടറിയായി നിയമിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിന് ഗൗരവമേറും. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം രത്തൻ കേൽക്കറെ നിയമനത്തിൽ നിലപാട് വ്യക്തമാക്കണം. ബംഗാളിൽ എടുത്ത നിലപാട് തന്നെയാണോ കേരളത്തിലേതെന്ന് രാഹുൽ ഗാന്ധി മറുപടി നൽകണമെന്നും പി രാജീവ് ആവശ്യപ്പെട്ടു. കൊലക്കേസ് പ്രതിക്ക് കോൺഗ്രസ് വക പ്രൊമോഷൻ, DCC അംഗമാക്കി. കൊലക്കേസ് പ്രതിക്ക് പാർട്ടിയിൽ പ്രൊമോഷൻ നൽകി കോൺഗ്രസ്. ധീരജ് വധക്കേസ് പ്രതിയായ നിഖിൽ പൈലിയാണ് ഇടുക്കി DCC അംഗമായിരിക്കുന്നത്. DCC പ്രസിഡന്റ് DP മാത്യു ആണ് നിഖിലിനെ പൈലിയടക്കം 5 പേരെ DCC അംഗത്വത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. SFI പ്രവർത്തകനായിരുന്ന ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതിയാണ് നിഖിൽ പൈലി. 2022 ജനുവരി 10-നാണ് KSU യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ധീരജിനെ KSU യൂത്ത് കോൺഗ്രസ് സംഘം ആസൂത്രിതമായി കുത്തിക്കൊന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലി ഉൾപ്പെടെയുള്ളവരായിരുന്നു പ്രതികൾ. എന്നാൽ കൊലപാതകത്തിന് ശേഷം പൂർണ്ണമായും പ്രതികളെ ന്യായീകരിച്ചും സംരക്ഷിച്ചുമാണ് കോൺഗ്രസ് മുന്നോട്ടു പോയത്. ഇരുന്നു വാങ്ങിയ മരണമാണ് ധീരജിന്റേതെന്ന് മുൻ KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതികളായ നേതാക്കളെ പറ്റി കോൺഗ്രസിന് ധാരണയുണ്ടെന്നും അവരെ സംരക്ഷിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് MP-യും പരസ്യമായി പ്രസ്താവിച്ചിരുന്നു. നാട്ടിൽ ജലക്ഷാമം, മന്ത്രിക്ക് വാട്ടർ സല്യൂട്ട്. വേനൽക്കാലത്ത് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ജലക്ഷാമം അനുഭവിക്കുന്നതിനിടെ വെള്ളം പാഴാക്കി മന്ത്രിക്ക് വാട്ടർ സല്യൂട്ട്. ജലവിഭവ മന്ത്രി മോൻസ് ജോസഫിനെയാണ് കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചത്. കോട്ടയം കോടിമതിയിൽ മന്ത്രി എത്തിയപ്പോഴായിരുന്നു സംഭവം. ടാങ്കറിൽ എത്തിച്ച വെള്ളം ചീറ്റിയാണ് പ്രവർത്തകർ മോൻസിനെ സ്വീകരിച്ചത്. കുടിവെള്ളം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ടാങ്കറിൽ എത്തിച്ച വെള്ളം ഹോസ് വഴി ചീറ്റിക്കുകയായിരുന്നു. പരിസരത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിലേക്കാണ് വെള്ളം തെറിപ്പിച്ച് വീണത്. വേനൽ രൂക്ഷമായതോടെ സംസ്ഥാനത്ത് പലയിടത്തും ആവശ്യത്തിന് ജലം ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായിരുന്നു. പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി. ഈ സാഹചര്യത്തിലാണ് ജലവിഭവ മന്ത്രിയുടെ കൺമുന്നിൽ തന്നെ ജലം പാഴാക്കി കളയുന്നത്. അനാവശ്യമായി വെള്ളം ഒഴുക്കി കളയുന്നതും കണ്ടിട്ടും മന്ത്രി പ്രവർത്തകരെ തടഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ലൈംഗിക പീഡന കേസിലെ അതിജീവിതയെ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നിരന്തരം അപമാനിക്കുന്ന സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫിനെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് പരാതി. താൻ നിരന്തരം അപമാനിക്കപ്പെടുന്നുവെന്നും ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും കാണിച്ച് അതിജീവിത മുഖ്യമന്ത്രി വി.ഡി. സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും പരാതി നൽകി. ദീപ ജോസഫിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്ന് അതിജീവിത പരാതിയിൽ ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തിനെതിരെ ആദ്യ പരാതി നൽകിയ അതിജീവിതയാണ് ഇപ്പോൾ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. ലൈംഗിക പീഡനത്തിന്റെയും തുടർന്നുള്ള കേസിന്റെയും ട്രോമയിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന തന്നെ ദീപ ജോസഫ് എന്ന വ്യക്തി നിരന്തരം വേട്ടയാടുകയാണെന്ന് അതിജീവിത പറയുന്നു. മൃതദേഹത്തിന് പോലും ആദരവിനും അന്തസ്സിനും അവകാശമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അതിജീവിത തനിക്കുണ്ടാവുന്ന കടുത്ത മാനസിക ബുദ്ധിമുട്ടുകൾ പരാതിയിൽ വിവരിച്ചിരിക്കുന്നത്. തനിക്കെതിരെയുള്ള FIR റദ്ദാക്കണമെന്ന ദീപ ജോസഫിന്റെ ആവശ്യം രൂക്ഷ വിമർശനങ്ങളോടെ സുപ്രീം കോടതി തള്ളിയിരുന്നു. ഇതിനുശേഷം കീഴ്ക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യമോ ദീപ ജോസഫ് എടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഡൽഹി കേരള ഹൗസിൽ വെച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെ വീണ്ടും അപമാനിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമായ പരാമർശങ്ങൾ ദീപ നടത്തിയത്. ഡൽഹി കേരള ഹൗസിൽ വെച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു.
മാധ്യമപ്രവർത്തകരോട് കയർക്കുന്നതിനിടെ രതിജീവിത എന്ന് വിളിച്ച് ദീപ ജോസഫ് പരസ്യമായി ആക്ഷേപിക്കുകയായിരുന്നു. ഈ പുതിയ സംഭവങ്ങൾ കൂടി നിലവിലെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്നും ദീപ ജോസഫിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകുമെന്നും അതിജീവിത ആവശ്യപ്പെട്ടു. ലൈംഗിക അതിക്രമത്തെ അതിജീവിത ഒരു സ്ത്രീക്ക് ഭരണഘടനയുടെ 21 അനുച്ഛേദം അനുസരിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള മൗലികാവകാശമുണ്ടെന്ന് സുപ്രീം കോടതിയും വിവിധ ഭരണഘടനാ കോടതികളും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ പ്രതി ഈ അവകാശത്തിന് മേലാണ് തുടർച്ചയായി സൈബർ പീഡനത്തിലൂടെയും പ്രസ്താവനകളിലൂടെയും ആക്രമണം നടത്തുന്നത്. തന്നെ മാനസികമായി തകർക്കാനും പൊതുജനമധ്യത്തിൽ മോശക്കാരിയാക്കുമെന്നാണ് ദീപ ജോസഫ് ശ്രമിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു. ദീപ ജോസഫ് നടത്തിയ അഭിമുഖങ്ങളുടെ ദൃശ്യങ്ങൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, കമന്റുകൾ തുടങ്ങിയ ഡിജിറ്റൽ തെളിവുകൾ പോലീസ് അടിയന്തരമായി സംരക്ഷിക്കണമെന്നും നിരന്തരമായ സൈബർ പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നിവയ്ക്ക് പ്രതിക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് അറസ്റ്റ് ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും അതിജീവിത ആവശ്യപ്പെട്ടു. സ്ക്രീൻഷോട്ടുകളും മറ്റ് അനുബന്ധ രേഖകളും പരാതിക്കൊപ്പം അതിജീവിത കൈമാറിയിട്ടുണ്ട്. കേരള ഹൗസിൽ അർദ്ധരാത്രി അനധികൃതമായി പടക്കം പൊട്ടിച്ച് വിജയാഘോഷവുമായി കോൺഗ്രസ് പ്രവർത്തകർ. മുഖ്യമന്ത്രിയായി അധികാരമേറിയതിന് പിന്നാലെ രാഷ്ട്രീയ കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിലെത്തിയ വി.ഡി. സതീശൻ ഡൽഹിയിലെത്തിയപ്പോഴായിരുന്നു പ്രവർത്തകരുടെ മതിമറന്നുള്ള ആഘോഷം. വായുമലിനീകരണ തോത് ഉയർന്നു നിൽക്കെ ഡൽഹിയിൽ പടക്കം പൊട്ടിക്കുന്നതിന് സമ്പൂർണ്ണ നിരോധനം നിലനിൽക്കെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നിയമലംഘനം. കേരള ഹൗസ് പോലെയുള്ള അതീവ സുരക്ഷാ മേഖലകളിൽ പടക്കം പൊട്ടിക്കാൻ പോലും അനുമതിയില്ല. ഡൽഹിയിലെ വായുമലിനീകരണം കണക്കിലെടുത്ത് ഹരിത പടക്കങ്ങൾ മാത്രമാണ് ഡൽഹിയിൽ പൊട്ടിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. അവിടെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സ്വീകരിക്കുന്നതിനായി അർദ്ധരാത്രി NGO അസോസിയേഷൻ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ നിരോധിത പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത്. കേരള ഹൗസിൽ കോൺഗ്രസ് പ്രവർത്തകർ പടക്കം പൊട്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. 10 വർഷത്തിന് ശേഷം അധികാരത്തിലേറുമ്പോൾ എല്ലാ നിയമങ്ങളും കോൺഗ്രസ് തള്ളിക്കളയുന്ന കാഴ്ചയാണുള്ളത്. IAS ഉദ്യോഗസ്ഥരുടെ മാറ്റം മന്ത്രിമാരറിയാതെ അതൃപ്തി പുകയുന്നു. സംസ്ഥാനത്ത് IAS തലപ്പത്ത് മാറ്റം വരുത്തിയത് മന്ത്രിമാർ അറിയാതെ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാത്രം അറിഞ്ഞുകൊണ്ട് നടന്ന സ്ഥലമാറ്റത്തിനെതിരെ മന്ത്രിമാർ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. റവന്യൂ, വ്യവസായം, ചില ആരോഗ്യ വകുപ്പുകളിലാണ് മാറ്റം. ഇവിടങ്ങളിൽ പുതിയ ഡയറക്ടർമാരെയും മാനേജിംഗ് ഡയറക്ടർമാരെയുമാണ് നിശ്ചയിച്ചത്. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ കൂടിയാലോചന ഇല്ലാത്തത് വകുപ്പുകളുടെ ഏകോപനത്തെയും ബാധിക്കും. വിവിധ ജില്ലകളിൽ കളക്ടർമാരെ നിയമിച്ചപ്പോൾ റവന്യൂ മന്ത്രി പോലും അറിഞ്ഞില്ലെന്ന് AP അനിൽകുമാർ നേതൃത്വത്തെ അറിയിച്ചു. കണ്ണൂർ കളക്ടർ അരുൺ K. വിജയനാണ് വ്യവസായ വകുപ്പ് ഡയറക്ടറായത്. ഘടകകക്ഷി എന്ന നിലയിലുള്ള പരിഗണന നൽകാതെ വകുപ്പിൽ ഇടപെട്ടതിൽ മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടിയും പരാതി ഉന്നയിച്ചു. KM ഷാജി, മോൻസ് ജോസഫ് എന്നിവരുടെ വിയോജിപ്പും പാർട്ടിയിൽ അറിയിച്ചെന്നാണ് വിവരം. ഓടിക്കൊണ്ടിരുന്ന കാറിലെ തീപിടുത്തം, ഭാര്യയ്ക്ക് പിന്നാലെ ചികിത്സയിലായിരുന്ന ഭർത്താവും മരണത്തിന് കീഴടങ്ങി. ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതി മരിച്ച സംഭവത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഭർത്താവും മരണപ്പെട്ടു. ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തൻചാലിൽ റിജിൻ ലാൽ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ബേൺ ഐസിയുവിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയത്. മെയ് 15 രാത്രി 9:30 കക്കറമുക്ക് റോഡിലായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം നടന്നത്. അപകട സമയത്ത് കാറിൻ്റെ പിൻസീറ്റിലായിരുന്ന റിജിൻ്റെ ഭാര്യ സോന 28 സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. 6 മാസം ഗർഭിണിയായിരുന്ന സോനയെ ആശുപത്രിയിൽ കാണിച്ച് ബന്ധുവീടും സന്ദർശിച്ച് മടങ്ങുന്നതിനിടെ വീടിന് തൊട്ടടുത്ത് എത്താറായപ്പോഴാണ് ഉഗ്ര സ്ഫോടനത്തോടെ കാറിന് തീപിടിച്ചത്. തീപിടുത്തമുണ്ടായ ഉടൻ കടുത്ത പൊള്ളലുകളോടെ കാറിൽ നിന്നും പുറത്തു ചാടിയ റിജിൻ സമീപത്തെ തോട്ടിലേക്ക് വീഴുകയായിരുന്നു. ശബ്ദം കേട്ടോടിയെത്തിയ നാട്ടുകാർ തൊട്ടടുത്ത നെൽവയലിലെ വെള്ളം കോരിയൊഴിച്ചാണ് തീയണച്ചത്. തുടർന്ന് റിജിൻ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാറിൻ്റെ പിൻസീറ്റ് പരിശോധിച്ചപ്പോഴാണ് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ സോനയുടെ മൃതദേഹം കണ്ടെത്തിയത്. 3 വർഷം മുൻപായിരുന്നു ഇവരുടെ പ്രണയവിവാഹം. സംഭവം സോനയുടെ ആസൂത്രിതമായ ആത്മഹത്യയാണെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഫോറൻസിക് പരിശോധനയിൽ കാറിനുള്ളിൽ പെട്രോളിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. കൂടാതെ അപകടം നടക്കുന്നതിന് തൊട്ടുമുമ്പ് പേരാമ്പ്ര ടൗണിലെ പെട്രോൾ പമ്പിൽ നിന്ന് ഒരു യുവതി
കന്നാസിൽ പെട്രോൾ വാങ്ങുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിലുള്ളത് മരിച്ച സോന തന്നെയാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. സംഭവത്തിൽ പേരാമ്പ്ര പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. വൈവിധ്യമാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. CP ഹരീന്ദ്രൻ. വൈവിധ്യമാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമെന്നും അതിൻ്റെ സർഗാത്മകതയാണ് മാനവികതയുടെ സൗന്ദര്യമെന്നും ആ സൗന്ദര്യബോധമാണ് പുരോഗതിക്ക് നിദാനമെന്നും ശാസ്ത്രസാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ CP ഹരീന്ദ്രൻ പറഞ്ഞു. ലോക വൈവിധ്യ ദിനാചരണത്തിൻ്റെ ഭാഗമായി കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത് കണ്ണൂർ പരിഷത്ത് ഭവൻ സംഘടിപ്പിച്ച സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാഷ, ആഹാരം, വസ്ത്രം, ആചാരം, ശീലം ഇവയെല്ലാം വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതകൾ നിലനിൽക്കപ്പെടേണ്ടതുണ്ട്. ഒരു മതം, ഒരു ഭാഷ, ഒരു ഭക്ഷണം, ഒരു റേഷൻ കാർഡ്, ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ രാജ്യത്തെ ഏകശിലാത്മകമാക്കാനുള്ള നീക്കം എതിർക്കപ്പെടേണ്ടതാണ്. സാഹിത്യത്തിലും സംഗീതത്തിലും സിനിമയിലുമെല്ലാം ഈ വൈവിധ്യം നിലനിൽക്കണം. വിരട്ട ശബ്ദമുയർത്തുന്ന എഴുത്തുകാരെയും ബുദ്ധിജീവികളെയും തോക്കിനിരയാക്കിയും തുറങ്കിലടയ്ക്കുകയോ ചെയ്യുന്ന ഭീതിതമായ അന്തരീക്ഷമാണ് രാജ്യത്ത് ഉള്ളതെന്നും അതിനെതിരെ ഒരുമിച്ച് പൊരുതേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. VV ശ്രീനിവാസൻ അധ്യക്ഷനായി. പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം ധന്യാറാം സംസാരിച്ചു. രവീന്ദ്രൻ പഴശ്ശിയ സ്വാഗതവും TV ഹമീദ നന്ദിയും പറഞ്ഞു. ഈ വിഷയത്തിൽ മെയ് 25 മുതൽ ജൂൺ 15 വരെ മേഖലാ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ സാംസ്കാരിക കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.